നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും പ്രേംസ് ആസ്ട്രോ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രേംചന്ദ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് മരണശേഷം എത്ര ദിവസം പുല ആചരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോ സ്വാഭാവികമായും പല വ്യത്യസ്ത സമ്പ്രദായങ്ങളും വിശ്വാസങ്ങളുമൊക്കെ നമ്മുടെ കേരളത്തിൽ പല പ്രദേശങ്ങളിലും നിലവിലുണ്ട്. എങ്കിലും പൊതുവായിട്ടുള്ള ശാസ്ത്ര പറയുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് മരണം കഴിഞ്ഞാൽ 10 ദിവസത്തെ പിണ്ടസമർപ്പണം കഴിഞ്ഞ് പുണ്യാഹത്തോടുകൂടി പുല മാറുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ 10 ദിവസമാണ് പുല ആചരിക്കേണ്ടത്. അതായത് അതിനെ ദശഗാത്ര ബലി എന്നും പറയും. മനുഷ്യന്റെ ശരീരത്തെ 10 ഭാഗങ്ങളായി തിരിച്ചതിന് ശേഷം ആ ഭാഗങ്ങൾക്ക് ചെയ്യുന്ന ബലിയാണ് ദശഗാത്ര ബലി എന്ന് പറയുന്നത്. അതായത് 10 ദിവസം മാത്രം പുല ആചരിച്ചാൽ മതി. അത് 4 വർണ്ണക്കാർക്കും ഏത് ജാതിക്കാർക്കും അത് തന്നെയാണ്. ഹിന്ദു ആചാരപ്രകാരം 10 ദിവസം തന്നെയാണ് പറയുന്നത്. അത് പഞ്ചഗവ്യം കഴിച്ച് പുണ്യാഹം നടത്തി കഴിഞ്ഞാൽ ആ പുല മാറുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ പോകാൻ കഴിയുന്നതാണ്. അതായത് അത് അങ്കിരസ്മൃതി എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ അത് പറയുന്നുണ്ട് ഈ 10 ദിവസത്തെ കുറിച്ച്. അതായത് സർവേഷാമേവ വർണ്ണാനാം സൂതകേ മൃത കേതഥ എന്ന് തുടങ്ങുന്ന പ്രമാണം അങ്കിരസ്മൃതിയിലുള്ളതാണ്. ഈ പ്രമാണം അനുസരിച്ച് നമുക്ക് 10 ദിവസം പുല ആചരിച്ചാൽ മതി. ഇന്ന് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ആചരണങ്ങളും കാണുന്നുണ്ട്. 16 ദിവസം ആചരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പല സംഘടനകളും പറഞ്ഞത് കേട്ട് 12 ദിവസവും 13 ദിവസവും ഒക്കെ ആചരിക്കുന്നവരുണ്ട്. അപ്പോ അത് ശാസ്ത്രപ്രമാണ വിധി മൂലമല്ല അത് പറയുന്നത്. 16 ദിവസം മുമ്പൊക്കെ ആചരിച്ചു കൊണ്ടിരുന്നതായി എനിക്കും അറിയാവുന്നതാണ്. പക്ഷെ അത് ചില സംഘടനകൾ ഇടപെട്ട് അതിനെ 13 ചുരുക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശാസ്ത്രങ്ങളെ ചുരുക്കുന്ന ഒരു പരിപാടി ഈ നിലവിൽ ഹിന്ദു സംഘടനകൾക്കൊക്കെ ഉണ്ട്. അത് ചുരുക്കേണ്ടവർ ചുരുക്കിക്കോട്ടെ, വലിച്ചു നീട്ടേണ്ടവർ നീട്ടിക്കോട്ടെ. നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് അങ്കിരസ്മൃതിയുടെ പ്രമാണം തന്നെ ഞാനിവിടെ ഉദ്ധരിച്ചത്. അതിനാൽ ശാസ്ത്രമനുസരിച്ച് മുന്നോട്ട് പോകുക, ഓരോ കുടുംബക്കാരും ഓരോ വ്യക്തികളും ഇത് മനസ്സിലാക്കിയിരിക്കുക എന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്ക് അത് എത്ര വണ്ണം അത് അനുകൂലമാണ് എന്നുള്ളത് നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ദേശകാല വ്യത്യാസങ്ങളും അനുസരിച്ചിരിക്കും നിങ്ങളോടൊപ്പം ജനങ്ങൾ നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയുന്നത്. കാരണം പല മരണ വീടുകളിലും ശവദാഹം കഴിഞ്ഞാൽ എത്ര ദിവസം പുല ആചരിക്കണം എന്നൊക്കെ വലിയ തർക്കം നടക്കാറുള്ളത് പല വീടുകളിലും എനിക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതാണ് അതിന്റെ ശാസ്ത്ര സത്യം. 10 ദിവസമാണ് പുല ആചരിക്കേണ്ടത്. അത് പുലയും വാലായ്മയും അത് തന്നെയാണ്. അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി അത് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ അടുത്ത എപ്പിസോഡിൽ മരണശേഷം പുലയുള്ള കാലത്ത് വീട്ടിൽ വിളക്ക് കത്തിക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഈ ചാനലിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.